നമ്മെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ചില ശീലങ്ങൾ സഹായകരമാണ്. ഓർക്കുക, ചെറിയ ശീലങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തേണ്ട 3 ശീലങ്ങളുണ്ട്. അതിരാവിലെ കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം നാം ശീലിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. കണ്ണുകൾ തുറന്നു കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരു ദിവസം അനുഗ്രഹമായി കിട്ടിയതിന് പ്രപഞ്ച ശക്തിയോട് നന്ദി അറിയിക്കുക. എന്തിനാണ് ദൈവത്തോട് നന്ദി പറയുന്നത്? ഈ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? ജീവിതമേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും നമ്മുടെ ഇടയിൽ കാണും. പൂർണ്ണ ആരോഗ്യത്തോടെ ഓരോ ദിവസവും ജീവിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഒരു ദിവസമെങ്കിലും, ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം എന്ത് ഭാഗ്യമാണ് അനുഭവിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് നാം ചെന്നിട്ട് ഒരു വശത്ത് കുറേ കാശും മറുവശത്ത് ആ നഷ്ടപ്പെട്ടു പോയ അവയവം വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ആ മനുഷ്യൻ സ്വീകരിക്കുക? ഉറപ്പായിട്ടും എത്ര കോടികൾ മറുവശത്തുണ്ടെങ്കിലും അദ്ദേഹം സ്വീകരിക്കുന്നത് ആ നഷ്ടപ്പെട്ട അവയവം തന്നെയായിരിക്കും. നാം ആരോഗ്യത്തോട് നടക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അറിയുന്നില്ല എന്താണ് നമുക്ക് കിട്ടിയ അനുഗ്രഹമെന്ന്. എപ്പോഴും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. ദൈവത്തോട് ആദ്യം നന്ദി അറിയിക്കുക. രണ്ടാമതായി നാം ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ ധ്യാനിക്കണമെന്നില്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൽ നിങ്ങളുടെ മനസ്സ് അർപ്പിക്കേണ്ടതാണ്. നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആ നടത്തത്തിലും ആ റോഡിലും ഒക്കെ ആയിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തകൾ അതിലാകാൻ പാടില്ല. നിങ്ങൾ എവിടെയാണോ 100% അവിടെ തന്നെ ആകാൻ ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ശീലിക്കാവുന്നതാണ്. സ്വസ്ഥമായ ഒരിടത്തിരുന്ന ശേഷം നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കുറേ ദിവസം ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ സാധിക്കും. മൂന്നാമതായി നാം ചെയ്യേണ്ടത് സെൽഫ് ലവ് അഥവാ നാം നമ്മെ സ്നേഹിക്കുകയാണ് വേണ്ടത്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഈ ദിവസം എനിക്ക് മറ്റെല്ലാ ദിവസത്തേക്കായും മനോഹരമായിരിക്കും. ഇന്ന് എനിക്ക് എല്ലാ ജോലികളും കൃത്യമായി ഭംഗിയായി ചെയ്യാൻ സാധിക്കും. എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് സ്വയം നിങ്ങളിൽ ആത്മവിശ്വാസം നിറയ്ക്കുക. ഈ ആത്മവിശ്വാസം നിങ്ങളുടെ ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം കാണും. എല്ലാവർക്കും ശുഭദിനം.